ഹലോ ആൻഡ് വെൽക്കം. ഗബ്രിയേല എന്ന് പേരുള്ള ഒരു സഹോദരിയുടെ ഷഹാദ ഇന്ന് നടന്ന സംഭവം ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ഇത് കേൾക്കുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ഇന്ന് ഫ്രൈഡേ. ഞാൻ കൊളംബിയ എന്ന് പറയുന്ന ഒരു സിറ്റി അടുത്ത് തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂർ വണ്ടി ഓടിക്കണം. ഞാൻ ഷാർലറ്റിലാണുള്ളത്, നോർത്ത് കരോളൈന. കൊളംബിയ എന്ന് പറയുന്നത് സൗത്ത് കരോളൈന ആണ്. അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് 80-85 മൈൽ ദൂരമുണ്ട് കൊളംബിയ. അവിടെ ഒരു മസ്ജിദ് അർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ഇന്ന് എൻ്റെ ഖുത്ബ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഏകദേശം 11:30 ഇവിടെ നിന്ന് ഇറങ്ങി. 1:45 ഖുത്ബ തുടങ്ങുന്നത്, 2:15 നിസ്കാരം. അപ്പോൾ യൂഷ്വലി ഞാൻ പള്ളിയിലെത്താനായിട്ട് ഇവിടുന്ന് 1 മണിക്കൂർ മുമ്പ്, ഖുത്ബയ്ക്ക് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്താൻ നോക്കും. കാര്യം ചില സമയത്ത് വണ്ടിയിൽ വല്ലതും വഴിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും, പിന്നെ അവിടെ എത്താൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങും, 1 മണിക്കൂർ മുമ്പ് അവിടെ എത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് 11:30 ഇറങ്ങി. എൻ്റെ പ്ലാൻ അവിടെ 1 മണിക്ക് എങ്കിലും എത്തണം. 1:45 ഖുത്ബ. അങ്ങനെ ഈ ഇങ്ങനെയുള്ള ഡ്രൈവിങ്ങിൽ ഒരു നല്ല കാര്യം ഉള്ളത്, എന്തെങ്കിലുമൊക്കെ കേട്ട്, നല്ല കാര്യങ്ങൾ കേട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വണ്ടിയിൽ പ്ലേ ചെയ്തിരുന്നത് ഈ നമ്മുടെ ഒരു സഹോദരൻ മുഹമ്മദ് ഈസ, ഈ ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരൻ, വളരെ നല്ല വിവരങ്ങൾ ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ആസ്വദിച്ച് പഠിച്ച് ആണ് ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത്. ഞാൻ ഒറ്റക്കായിരുന്നു വണ്ടിയിൽ. ചില സമയങ്ങളിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വരും. ഇന്ന് ഞാൻ തനിച്ചായിരുന്നു. അപ്പം ഞാൻ ഷാർലറ്റിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം 1/2 മണിക്കൂർ ഓടിച്ച് കാണും. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ഫോൺ വന്നു. ഇവിടെ യൂഷ്വലി ഇപ്പോൾ ഈ ടെലിമാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ വിളിച്ച് ശല്യപ്പെടുത്തും. പക്ഷേ യൂഷ്വലി അവർ വിളിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാം സ്പാം ആണോ എന്നുള്ളത് കാണാൻ പറ്റും. ചിലപ്പോൾ ടെലിമാർക്കറ്റിംഗ് എഴുതി കാണും, സ്പാം എന്ന് എഴുതി കാണും. അപ്പോൾ ഇന്ന് അത് കണ്ടില്ല, പക്ഷേ പരിചയമുള്ള നമ്പറുമല്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ എടുത്ത്, ടെലിമാർക്കറ്റിംഗ് അല്ല, സ്പാം അല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ ബ്ലൂടൂത്ത് കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ച് റെസ്പോണ്ട് ചെയ്ത്. അപ്പം ഫോൺ വിളിച്ചത് ഗബ്രിയേല എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഈ ഗബ്രിയേല ഇവിടെ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ തോമാച്ചന് തൊമ്മി എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ മുഹമ്മദിന് മമ്മുക്ക എന്ന് പറയും. ഇങ്ങനെ പല ഷോർട്ട് ഫോം ഉണ്ട്. അതുപോലെ ഇവിടെ ഈ ഗബ്രിയേലക്ക് ഗ്യാബി എന്നും പറയും. അപ്പോൾ ഗബ്രിയേലാണ് വിളിച്ചത്. വിളിച്ച് ഞാൻ ഹലോ പറഞ്ഞ് എടുത്തപ്പോൾ തന്നെ ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്ക് ഫോൺ തിരിച്ച് വിളിക്കാൻ വളരെയധികം താമസിച്ചു പോയി, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കും. ഐ അപ്പോളജൈസ് ദാറ്റ് ഐ എം കോളിങ് വെരി ലേറ്റ്, ഐ എം സോറി ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തായി പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംഭവം എന്താണ്. അപ്പോൾ ഈ സഹോദരി നമ്മുടെ ഈ അമേരിക്കൻ ഇസ്ലാമിക് ഔട്ട്റീച്ചിൻ്റെ വെബ്സൈറ്റിൽ അവർ ഖുർആൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. എക്സാക്റ്റ്ലി എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നത് ഏകദേശം 3-4 മാസം മുമ്പാണ്. അപ്പോൾ ഇവർ ഖുർആൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അവിടെ എഴുതിയിരുന്നു എനിക്ക് ഷഹാദ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായത് മുസ്ലിം ആകണം, ഐ വാണ്ട് ടു സേ ഷഹാദ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഇവരെ വിളിച്ച് കാണും, ഫോൺ വിളിച്ചിട്ട് ഇവർ എടുത്ത് കാണത്തില്ല, ഞാനൊരു മെസ്സേജ് ഇട്ട് കാണും. അപ്പോൾ ആ ഫോണിന് അവർ റിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി, എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലായി. പക്ഷേ എപ്പോഴാണ് വിളിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ വണ്ടിയിലാണ്, അല്ല കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണെങ്കിൽ എനിക്ക് ഇവരുടെ പേര് അടിച്ചു നോക്കിയാൽ കിട്ടും എപ്പോഴാണ് ഇവർ ഖുർആൻ റിക്വസ്റ്റ് ചെയ്ത് എപ്പോഴാണ് ഞാൻ വിളിച്ചത്, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവർ വിളിച്ചപ്പം പറഞ്ഞ് എനിക്ക് ഷഹാദ എടുക്കണം, എനിക്ക് മുസ്ലിം ആകണം, ഷഹാദ എടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്, ഞാനെടുത്ത് ചോദിക്കാറുണ്ട്, അതായത് നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് എങ്ങനെ നിങ്ങൾ കേട്ടു, എങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണ്, ഇസ്ലാമിൻ്റെ എന്ത് സംഗതിയാണ് നിങ്ങൾക്ക്
അട്രാക്ഷൻ വന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും, ജനറൽ കുറേ കാര്യങ്ങൾ ഒരു ഐഡിയയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇവർ പറഞ്ഞത്, ഞാൻ ഇവർ പറഞ്ഞ് ഞാൻ പിന്നെ റെഗുലറായിട്ട് ചർച്ചിൽ പോകുന്ന ആളാണ്. ഓക്കെ, ഇവർ പറഞ്ഞത് ലാസ്റ്റ് ഇയർ, അതായത് ജൂലൈ ഓഗസ്റ്റ് സമയം, ഈ 2025 ആ സമയത്തെ കാര്യമാണ് ഇവർ പറയുന്നത് നമ്മുടെ ചർച്ചിലെ നമ്മുടെ പാസ്റ്റർ, ഒരു പ്രോട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ ഒരു അംഗമാണ്. ഇവർ താമസിക്കുന്ന മറ്റേ സ്റ്റേറ്റ് ഒഹായോ എന്ന് പറയും, ഒഹായോയിലാണ്. അപ്പോൾ ഒഹായോയിൽ ഇവർ ടൗണിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല, ഏതൊരു ഉള്ളിലുള്ള ഏതൊരു ചെറിയൊരു ടൗണാണ്, വലിയ സിറ്റിയൊന്നുമല്ല. ഒഹായോയിൽ വലിയ വലിയ സിറ്റികളുണ്ട്, അത് കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി അറിയാം. പക്ഷേ ഇത് ഏതോ ചെറിയൊരു ടൗണാണ്. അപ്പോൾ അവിടെ ഇവർ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ പള്ളിയിൽ പോകുമ്പോൾ, അതായത് ഇവർ വർഷങ്ങളായിട്ട് പോകുന്ന പള്ളിയാണ്. പിന്നെ ഞാൻ കുറേ നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂറെങ്കിലും ഇവരോട് സംസാരിച്ച്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. 67 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, 67 വയസ്സ്. അപ്പോൾ ഇവർ പോകുന്ന പള്ളി, വർഷങ്ങളായിട്ട് പോകുന്ന പള്ളിയാണ്. അവിടെ ഉള്ള പാസ്റ്റർ, അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ ഗ്യാബി പറഞ്ഞു. വേറൊരു കാര്യമുള്ളത്, ഈ ഗബ്രിയല എന്ന് ഞാൻ ഫസ്റ്റ് നെയിം മാത്രമേ പറയുന്നുള്ളൂ. കാര്യം ഇവിടെ ആരും ലാസ്റ്റ് നെയിം, എനിക്കറിയാം അവരുടെ ലാസ്റ്റ് നെയിം കമ്പ്യൂട്ടറിൽ കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ ലാസ്റ്റ് നെയിം ഷെയർ ചെയ്യാറില്ല. കാര്യം ലാസ്റ്റ് നെയിം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഐഡൻറ്റിറ്റി കിട്ടും. അത് നമ്മൾ ആരെയും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഗബ്രിയല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഈ ഗ്യാബി പോകുന്ന പള്ളിയിൽ പാസ്റ്റർ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്യാബി എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ചോദിച്ചപ്പം റിപ്ലൈ പറയാണ്. ഗ്യാബി പറഞ്ഞ്, ഞാൻ എണീച്ച് നിന്ന്, ഇത് പറ്റില്ല, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അവരെ കുറ്റം പറയുന്നത്? നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് ഈ പാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പാസ്റ്ററിൻ്റെ മറുപടി, ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഖുറാൻ വായിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇസ്ലാമിനെ നിങ്ങൾ കുറ്റം പറയുന്നത്? ഇത്രമാത്രം വളരെ മോശമായ രീതിയിൽ കുറ്റം പറയുന്നത്, ഇത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാസ്റ്ററുമായിട്ട് ഗ്യാബി പിന്നെ വഴക്കായി. അപ്പോൾ അവർ പിന്നെ എത്ര സമയം ആ വഴക്ക് നീണ്ടു നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനുമാനം ആഴ്ചകളോ മാസങ്ങളോ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഗ്യാബി ഒരു പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, പാസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഖുറാൻ പഠിക്കാൻ പോവാണ്, ഞാൻ ഖുറാൻ വായിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞില്ല, ഖുറാൻ തൊട്ടുപോകരുത്, ഖുറാൻ വായിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇവരുടെ വാശി കുറച്ചുകൂടെ കൂടി. അതായത് ഞാൻ വായിച്ചേ പറ്റൂ, ഞാൻ വായിച്ച് തീരും, വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, ഗ്യാബി ഈ ഓൺലൈനിൽ ഗൂഗിളിൽ തിരഞ്ഞപ്പം അടുത്തുള്ള ഒരു സിറ്റി, ഏകദേശം 1 മണിക്കൂർ ദൂരമുള്ള സിറ്റിയിൽ ഒരു പള്ളി കണ്ടുപിടിച്ചു. ആ പള്ളി കണ്ടുപിടിച്ചിട്ട് ഗ്യാബി പറഞ്ഞ്, ഞാൻ അവരെ വിളിച്ചിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞ്, നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് വന്ന് എന്നെ വെള്ളിയാഴ്ച പള്ളി കൊണ്ടുപോകണം, എനിക്ക് മുസ്ലിം ആകണം, പിന്നെ ഈ വരുന്ന ആളുടെ വരാനും പോകാനുള്ള ചിലവൊക്കെ ഞാൻ എടുത്തോളാം, ഞാൻ അതിന് പേ ചെയ്യാം, ഞാൻ കാശ് കൊടുക്കാം. അപ്പോൾ പള്ളിക്കാർ പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ആളെ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ്, ഇപ്പോൾ അവർ നാഷണാലിറ്റി ആരാണ് എന്ന് ഞാൻ ചോദിച്ചില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗ്യാബി എൻ്റെ അടുത്ത് പറയണ, ആ വന്ന 2 പേര് ഹസ്ബൻഡും വൈഫും വളരെ നല്ല സ്വഭാവക്കാരായിരുന്നു. എന്നെ പള്ളിയിൽ കൊണ്ടുപോയി, ഞാൻ അവരോട്ട് സമയം ചിലവഴിച്ചു, ഷഹാദ എടുത്ത്, ഞാൻ മുസ്ലിം. ഇത് അവർ പറയുന്നത് ഓഗസ്റ്റ് 29, 2025, അവർ ഡേറ്റും പറഞ്ഞു, ഓഗസ്റ്റ് 29, 2025 ഷഹാദ എടുത്ത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇവരെ തിരിച്ചുകൊണ്ട് വീട്ടിലാക്കി. പക്ഷേ ഈ 1 മണിക്കൂർ ദൂരമുണ്ട് മറ്റേ ആ ഫാമിലിയായിട്ട്, അതുകൊണ്ട് പിന്നെ നിരന്തരം കാണാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവർ എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ, ആ ഷഹാദ എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരവും കാര്യങ്ങളൊന്നും ഇവർക്ക് തുടരാൻ സാധിച്ചില്ല റെഗുലറായിട്ട്. കാരണം പള്ളി ദൂരമായത് കൊണ്ട്, 1 മണിക്കൂർ ദൂരമായത് കാരണം, പിന്നെ ഈ പ്രായമുണ്ടല്ലോ, കാരണം പോയി പഠിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇദ്ദേഹത്തിന് ഇവൾക്കൊരു ഗിൽറ്റി കോൺഷ്യൻസ്, അതായത് ഞാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിസ്കരിച്ചില്ല, എനിക്ക് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല
എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ്. അതുകൊണ്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ അന്ന് വിളിച്ച് ഇവരെ മെസ്സേജ് ഇട്ടിരുന്നത് അവർ ഷഹാദ എടുക്കണമെന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഒന്നുകൂടെ ഷഹാദ എടുക്കണം, അത് നിങ്ങൾ ചെയ്ത് തരണം, നിങ്ങൾ ഷഹാദ പറഞ്ഞു തരണമെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക്. അപ്പോൾ ഇവള് എൻ്റെ അടുത്ത് പിന്നെ പല പ്രാവശ്യവും പറയുന്നത്, നിങ്ങൾ ഫോൺ വെക്കല്ലേ, ഷഹാദ എടുക്കുന്നതിന് മുമ്പ് ഫോൺ വെക്കല്ലേ, കട്ട് ചെയ്യല്ലേ, എനിക്ക് ഷഹാദ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ വളരെ നല്ലൊരു കൺവെർസേഷൻ, എക്സാക്ട്ലി 30 മിനിറ്റ് ഇവരായിട്ട് സംസാരിച്ച്, 30 മിനിറ്റ്. എന്നിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വൈഫുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. നാളെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവരടുത്ത് പറഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ജുമായ്ക്ക് ഖുത്ബ കൊടുക്കാൻ, അവിടെ നിങ്ങളുടെ ഈ കഥ ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ ഞാൻ അവരുടെ അടുത്തും പറയും എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ് ഐ വിൽ ബി ഓണേഡ് ഇഫ് യു ഡു ദാറ്റ്, ഐ വിൽ ബി ഓണേഡ്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു സംഭവം, ഒരു കാര്യം, ഇവിടെ അമേരിക്കയിലും നാട്ടിലും നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഈ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരിൽ വളരെ നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട്. ഓക്കെ, ഇത് ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ എനിക്ക് ഒരല്പം സമയം അനുവദിക്കണം. ഓക്കെ, ഈ സ്ത്രീ ഗാബി, ഇത് അവർ മുസ്ലിങ്ങളെ പരിചയമില്ല. ഓക്കെ, മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, പരിചയമില്ല, ഏതൊരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇങ്ങനെ പഴി പറഞ്ഞപ്പം അത് അവർക്ക് പിടിച്ചില്ല. അത് നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് ആരും ആരെക്കുറിച്ച് കുറ്റം ഒരു തെളിവുമില്ലാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് സഹിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഇത് ഈ മനസ്സ് നല്ലതല്ല, ഓൾറെഡി നമ്മുടെ മനസ്സിനകത്ത് വിദ്വേഷം നിറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പം ഒരാളെടുത്ത് അനീതി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണടക്കും. അത് അവന്മാരല്ലേ, പൊയ്ക്കോട്ടെ, നമ്മൾ എന്താ നോക്കുന്നത്, അവന്മാരത് ഡിസേർവിങ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തട്ടിക്കളയും, നമ്മളത് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇവരങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ കേട്ടപ്പം ഇമ്മീഡിയറ്റ്ലി പറഞ്ഞോ ഇത് നടക്കത്തില്ല, ഇത് ഇങ്ങനെ പറയരുത്, തെളിവ് വേണം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദ്യം ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ച് എന്താണ് ഈ പാസ്റ്റർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ പാസ്റ്റർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പക്ഷേ ഇവർക്ക് ഈ പാസ്റ്ററിന് ഈ മോശപ്പെട്ട ഇതുപോലുള്ള ഈ ഇൻഫർമേഷനും ഈ ഇത്രയും എന്താ പറയുക ഹെയ്റ്റ് എന്ന് മലയാളത്തിൽ എന്താ പറയുക, ഈ അവജ്ഞ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളോടുള്ള ഈ ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ദേഷ്യം വരാൻ കാരണം ഇവർ പറയുന്നത്, ഒരു പാസ്റ്റർ, വലിയ പേരുള്ളൊരു പാസ്റ്റർ ലൂയിസിയാനയിലുണ്ട്. എൻ്റെ അടുത്ത് പേര് പറഞ്ഞ് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ഒരു പാസ്റ്റർ, ഒരു വലിയൊരു പാസ്റ്റർ പണ്ടുണ്ടായിരുന്നു, ഒരു തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തുന്ന വലിയ ഭയങ്കരമായ പേരുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ട്, അതായത് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, പക്ഷേ അദ്ദേഹം മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഇപ്പോഴത്തെ ഈ അവരുടെ ആ ചർച്ചിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോസ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെയധികം ഇസ്ലാമിനെക്കുറിച്ച് വിഷം തുപ്പുന്ന തരത്തിലുള്ള പല പ്രോഗ്രാംസും വീഡിയോസൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിരിക്കുകയാണ് ഇദ്ദേഹം. അങ്ങനെയാണ് ഇദ്ദേഹവും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ വിദ്വേഷം, അവജ്ഞ ഇതൊക്കെ വന്നത് എന്ന് ഗ്യാബി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്ത് എവിടെ പോയാലും നല്ല മനസ്സുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, അത് നമ്മുടെ നാട്ടിലുമുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്താണ് യഥാർത്ഥത്തിൽ ഈ മലയാളത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ശേഷമാണ് ഞാനും കുറച്ചുകൂടെ മലയാളത്തിലുള്ള വീഡിയോസൊക്കെ, അതുവരെ ഇംഗ്ലീഷാണ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ മലയാളത്തിൽ കുറച്ചുകൂടെ ഞാൻ എക്സ്പോഷർ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന നാട്ടിൽ ഈ രാഹുൽ ഈശ്വർ, ഒരു ബ്രാഹ്മണനായ ഒരു ഹിന്ദു സഹോദരൻ, ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ബ്രാഹ്മണനാണ്. ഇദ്ദേഹം ഇസ്ലാമിൻ്റെ തത്വങ്ങൾ,
ജിഹാദ് എന്ന് പറയുന്ന വിഷയം, ഇങ്ങനെയുള്ള പിന്നെ ബൈബിളിലെ ഈസ ആണോ, പിന്നെ ബൈബിളിലെ ജീസസ് തന്നെയാണോ ഖുറാനിലെ ഈസ, ഇങ്ങനെയുള്ള ഡിബേറ്റ്സിൽ രാഹുൽ ഈശ്വറാണ് പല ആൾക്കാരുടെ അടുത്തും, ഇപ്പം ക്രിസ്തീയ അപ്പോളജിസ്റ്റിൻ്റെ അടുത്ത് അനിൽ അയ്യപ്പനുമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഞാൻ കണ്ട്, ഇതേപോലെ തന്നെ ആരിഫ് ഹുസൈനായിട്ടുള്ള ഒരു ഡിബേറ്റ് രാഹുൽ ഈശ്വർ ജിഹാദിനെ കുറിച്ച് കണ്ട്. അപ്പം ഈ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ, നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ, ഞാനത് അണ്ടർലൈൻ ചെയ്ത് പറയാണ്, നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ, നമുക്ക് ഇസ്ലാമുമായിട്ട് വിയോജിക്കാം. ഓക്കെ, നമുക്ക് ഇസ്ലാമുമായിട്ട് എല്ലാവരും മുസ്ലിം അല്ല, എല്ലാവരും മുസ്ലിം ആകാൻ ചാൻസ് ഇല്ല, നമുക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതെല്ലാം അണ്ടർസ്റ്റുഡാണ്. പക്ഷെ നമുക്ക് റെസ്പെക്റ്റ്ഫുള്ളി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. റെസ്പെക്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ പോലുള്ള ആൾക്കാർ, ഈ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന പോലുള്ള ആൾക്കാർ, മുഹമ്മദ് ഈസ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നോളജും ബൈബിളിൻ്റെ ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പഠിച്ചു, വളരെ വളരെ നല്ല കാര്യങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് രാഹുൽ ഈശ്വറിനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന ഇസ്ലാമിനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലേ? അതായത് ഇങ്ങനെയല്ല, അങ്ങനെയാണ്, നിങ്ങളിങ്ങനെ കാണരുത്, നിങ്ങൾ ഈ പിന്നെ ചെറി പിക്ക് ചെയ്ത ആയത്തെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. ഇസ്ലാം എന്ന് പറയുന്നത് 2 ബില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്ന റിലീജനാണ്. ഈ 2 ബില്യൺ ആൾക്കാരെല്ലാം മണ്ടന്മാരാണോ? ഇത് ഇങ്ങനെയുള്ള ഡിബേറ്റ്സിൽ പോകുന്നത് നമ്മുടെ ഈ ഹിന്ദു സഹോദരന്മാരാണ്. തീർച്ചയായിട്ടും ക്രിസ്തീയ സഹോദരന്മാരിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അധികം ആൾക്കാരും ഹിന്ദു സഹോദരന്മാരാണ്, എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ ക്രിസ്തീയ സഹോദരന്മാരാണ്. വളരെ വളരെ നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഇത് എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് 2 ഇൻസിഡൻ്റാണ് ഞാൻ പറഞ്ഞിട്ട് നിർത്തുന്നത്. ഇതുപോലുള്ള പാരലൽ ഇൻസിഡൻസ് ആണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, അന്ന് 1450 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ, ഹിസ്റ്ററി, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. അന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇന്നും നമുക്ക് കാണാം. അന്ന് 1450 കൊല്ലങ്ങൾക്ക് മുമ്പ് കുറേയധികം ആൾക്കാർ ഇസ്ലാമിനെ എതിർക്കുന്നത് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്തുക, അവരെ ആക്രമിക്കുക, അവരെ പുറത്താക്കുക, ഇങ്ങനെയൊക്കെ ആക്ഷൻ എടുക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പം ഈ 1450 കൊല്ലം മുമ്പ് ഒരു സംഭവം ഹിസ്റ്ററിയിൽ വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ഗൂഗിളിലോ ചാറ്റ് GPT-യിലോ സെർച്ച് ചെയ്ത് നോക്കാം. മുസ്ലിങ്ങളെ, മക്കയിലുള്ള പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ, ആ കുടുംബത്തിലുള്ള ആൾക്കാരെ മൊത്തം, ആ ഗോത്രത്തിലുള്ള ആൾക്കാരെ എല്ലാം അവിടുത്തെ ഈ പ്രമുഖരായ ഈ ഇസ്ലാം വിദ്വേഷികൾ പുറത്താക്കി. 3 വർഷത്തേക്ക് അവർ മക്കയുടെ പുറത്തായി. അവർക്ക് ഭക്ഷണം എത്തിക്കാൻ പാടില്ല, അവരുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു എംബാർഗോ നിലവിൽ കൊണ്ടുവന്നു 3 വർഷം. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന, മക്കയിലുണ്ടായിരുന്ന വേറെ നല്ല മനസ്സുള്ള ആൾക്കാർ, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ, അവർ തന്നെയാണ് എണീച്ച് നിന്നിട്ട് പറഞ്ഞ് ഇത് അനീതിയാണ്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരാളായി, 2 പേരായി, 3 പേരായി, 4ഉം 5ഉം ആൾക്കാരായപ്പോഴത്തേക്ക് അവരെണീച്ച് എന്ന് പറഞ്ഞ് ഇത് നടക്കില്ല, ഇത് നമ്മൾ സമ്മതിക്കത്തില്ല, അവരുമായിട്ട് അനീതി കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ അവർ എണീച്ച് നിന്ന് നീതിയാണ്, ഇവരുടെ അടുത്ത് അനീതി കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരാണ് ഡിഫെൻഡ് ചെയ്തത്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു സമയത്ത് തായിഫിൽ മുസ്ലിം അവിടെ പോയ ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാമെന്ന് പറഞ്ഞ് പോയി. തിരിച്ചു വന്ന് വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് കല്ലെറിയൊക്കെ കൊണ്ടിട്ടാണ് തിരിച്ചു വന്നിട്ട് മക്കയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മക്കയിൽ എൻട്രി ചെയ്യാൻ പ്രൊട്ടക്ഷൻ ഇല്ല. എളാപ്പ അബൂ താലിബ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, സപ്പോർട്ട് ചെയ്തിരുന്ന ഭാര്യ മരിച്ചു, എളാപ്പ മരിച്ചു. അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് നമ്മൾ ഇന്നത്തെ സമയമല്ല. ഒരാൾക്ക് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകാം, എറണാകുളത്ത് പോകണമെങ്കിൽ എറണാകുളത്ത് പോകാം. ഇതല്ല, അങ്ങനത്തെ സമയമല്ല. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുത്താലേ, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും
പിന്നെ വന്ന് ആക്രമിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പ്രവാചകൻ മക്കയുടെ പുറത്ത് ഇരുന്നു കൊണ്ട് പല ആൾക്കാരെയും അപ്രോച്ച് ചെയ്ത് മെസ്സേജ് അയച്ച് നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, നിങ്ങൾ നോൺ മുസ്ലിംസ്, അതായത് പിന്നെ മുസ്ലിങ്ങളല്ലാത്ത നേതാക്കന്മാർ അവർക്ക് മെസ്സേജ് അയച്ചു. അതായത് പ്രവാചകന് തോന്നി, അതായത് ഇദ്ദേഹം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യും എന്ന് ഹോപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരടുത്ത് മെസ്സേജ് അയച്ചു. പക്ഷേ 2 പേര് മെസ്സേജ് നിരാകരിച്ചു. ഞങ്ങൾ അവരുമായിട്ട് ഖുറൈശികളുമായിട്ട് ഞങ്ങൾക്ക് പാക്റ്റ് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്തു. പിന്നെ മുത്തൈം ബിൻ അദി എന്ന് പറയുന്ന ഒരാൾ, അതും നോൺ മുസ്ലിമാണ്, മുസ്ലിം അല്ല, വിഗ്രഹാരാധകനാണ്, പ്രവാചകൻ്റെ ഇസ്ലാമിലേക്ക് ദീനിലേക്ക് വരാത്ത ഒരാൾ, വന്നില്ല, പിന്നെ അങ്ങനെ തന്നെയാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിള്ളേരെയും 4 or 5 പിള്ളേർ വിളിച്ച് അവർ വാളും പരിചയമൊക്കെ എടുത്ത് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ കാബയിൽ വെച്ച് അവിടെ വരാൻ പറഞ്ഞ് അവിടെ കണ്ട് അവിടെ അനൗൺസ് ചെയ്ത്, ഇത് എൻ്റെ പ്രൊട്ടക്ഷനിലാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രൊട്ടക്ഷനിലാണ്, ആരും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകന് പ്രൊട്ടക്ഷൻ കൊടുത്തത് മുസ്ലിം അല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ സംഭവം 1450 കൊല്ലം മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഈ 1000 കൊല്ലത്തിനിടയിൽ പലയിടത്തും ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമ്പം, എസ്പെഷ്യലി ആക്ഷൻ എടുക്കുമ്പം, അനീതി ആയ കാര്യങ്ങൾ എടുക്കുമ്പം അവിടെയൊക്കെ നല്ല മനസ്സുള്ള ക്രിസ്തീയ സഹോദരന്മാരും സഹോദരിമാരും ഹിന്ദു സഹോദരന്മാരും അതുപോലെ മറ്റ് മതങ്ങളിലുള്ള ആൾക്കാരും നല്ല മനസ്സിൻ്റെ ഉടമസ്ഥർ അവരെപ്പോഴും എണീച്ചു നിന്നിട്ടുണ്ട്. അവർക്ക് അനീതി കാണാൻ സാധിക്കില്ല. അത് ഇസ്ലാമിനോടുള്ള വിദ്വേഷം, ഇസ്ലാമിനോട് നമുക്ക് ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ ഉണ്ടാകാം, അത് നാച്ചുറലാണ്, അണ്ടർസ്റ്റുഡ്, നോ പ്രോബ്ലം. പക്ഷേ ആരും ഈ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ ഉള്ളത് കൊണ്ട് ആരടുത്തും നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. അതാണ് ഇന്നത്തെ ഞാൻ ഈ എടുത്തു പറയാനുള്ള കാരണം. ഗാബി ഇന്ന് അമേരിക്കനായ, അവൾ വൈറ്റ് അമേരിക്കനാണ്, എനിക്ക് സ്വരം കേട്ടാൽ അറിയാം. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആൾക്കാർ സംസാരിക്കുമ്പം ആൾക്കാർ നമ്മുടെ മുമ്പിലില്ലെങ്കിലും ഫോണിലാണെങ്കിലും നമുക്ക് അവരുടെ സംസാരം കേട്ടാൽ അറിയാം അവർ വെള്ളക്കാരാണോ കറുത്ത വർഗ്ഗക്കാരാണോ. ഇത് വിഭാഗീയതയല്ല, നമുക്ക് നോളജ് കിട്ടും. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഇഷ്ടംപോലെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അവരുടെ എല്ലാം ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലുമൊക്കെ മുസ്ലിംസ് ഉണ്ട്. പക്ഷേ വൈറ്റ് അമേരിക്കൻസിൽ അത് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം ഈ എസ്പെഷ്യലി ഒരു വൈറ്റ് അമേരിക്കൻ വിളിക്കുമ്പം നമുക്ക് എസ്പെഷ്യലി ഒരു ഈ ഇൻറ്റേർണൽ ടൗണിൽ നിന്നൊക്കെ വിളിക്കുമ്പം നമുക്കറിയാം അത് വളരെ ഒരു സ്പെഷ്യൽ കേസാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം പടച്ചവൻ നമുക്കെല്ലാവർക്കും, മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും നല്ല മനസ്സുള്ള ആൾക്കാർക്ക് പടച്ചവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എണീച്ച് നിൽക്കാനുള്ള കെൽപ്പും അതുപോലെ തന്നെ ധൈര്യവും അതിനുള്ള ഇൻസ്പിറേഷനും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവും. പടച്ചവൻ അത് ചെയ്തു തരട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.